Good morning, students. Good morning, sir. Good morning, sir. Okay, ഇതിലേക്ക് പെട്ടെന്ന് ഓണാക്കി രണ്ട് ബുക്ക് അടച്ചു വെച്ച്. Okay. Good morning, students. നിങ്ങൾ ക്യാമറ ഓൺ ആക്കി. പെട്ടെന്നാവട്ടെ. ശരി ശരി. ഓക്കെ. Integral of tan x. Integral of tan x. Afsare. Integral of tan x. Minus log cos x plus c. Minus log cos x plus c. Okay. Minus log cos x plus c. Integral of sec x or Nusrin in u. Nusrin. Integral of sec x. Log mod sec x plus tan x plus c. Good. Log mod sec x plus tan x. Log mod sec x plus tan x plus c. Okay. Integral of cosec x. Samuel, integral of cosec x. Samuel. Avani. Integral of cosec x. Sir, log mod cosec x minus cot x plus c. Log mod cosec x minus cot x plus c. Okay. Integral of cot x of Misbah. Integral of cot x. Misbah. Sir. Ma. The video file peloda. Ona sir. On alla. Undo. Nee parne answer ora integral of cot x. Log mod sin x plus c. Log mod sin x plus c. Log mod sin x plus c. ശരി. ബുക്ക് എടുത്തോട്ട് പിള്ളേരെ, ബുക്ക് എടുത്തോ. നമ്മൾ ചെയ്ത് നിർത്തിയാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്തു തുടങ്ങുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6. റൂട്ട് ഓഫ് ax plus b ആണ് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് root of ax plus b. Integral of root of ax plus b dx. Root of ax plus b dx. ഇത് നമുക്ക് റൂട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ax plus b raised to half എന്നാക്കാം. ax plus b raised to half dx. Integral of ax plus b raised to half dx. Substitution കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് ചെയ്യാം, കൊടുക്കാതെ പറയണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണെങ്കിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അല്ലാതെ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആ സെയിം ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്ത് ചെയ്യണം അഭിന? ഇത് അഭിന പറഞ്ഞോളെ, പെട്ടെന്നാവട്ടെ. കോമൺ എടുക്കണം. കോമൺ എടുക്കണം. കോമണോ? കോമൺ അല്ലല്ലോ ഇവിടെ. കോൺസ്റ്റന്റ് പുറത്തെടുക്കണം. കോൺസ്റ്റന്റ് പുറത്തെടുത്ത് അപ്പൊ റേസ് ടു ഹാഫോ? ax plus b the whole raised to half എന്നല്ലേ? അപ്പൊ എങ്ങനെയാ പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ. ax plus b the whole raised to half എന്നാണല്ലോ. അപ്പൊ പുറത്തെടുക്കാൻ പറ്റില്ല അവിടെ നിന്ന്. അങ്ങനെ പുറത്തൊന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പുറത്തെടുക്കാമെങ്കിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. പുറത്തെടുത്തിട്ട് പിന്നെ ഇന്റഗ്രൽ ഓഫ് എക്സ് ഉള്ളൂ പ്ലസ് ഇന്റഗ്രൽ ഓഫ് ബി. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല. അവിടെ പവർ ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം വരുന്നില്ല.
ശരിയല്ലേ? പവർ ഇല്ലെങ്കിൽ എ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും, പ്ലസ് ബി എക്സ് പ്ലസ് സി, എ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ആൻസർ കിട്ടും. ആ പവർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ശരിയല്ല? എന്ത് ചെയ്യണം ഫാത്തിമ സനം? ഈ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ മെത്തേഡിൽ മറ്റു മെത്തേഡിൽ പറഞ്ഞാൽ മതിയോ? എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഫാത്തിമ എങ്ങനെ ചെയ്തേക്കണെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട് 2 into ax plus b the whole raised to 3 by 2 by 3 into a. ഒന്നൂടെ പറഞ്ഞേ. 2 into ax plus b the whole raised to 3 by 2 by 3 into a. by 3 into a. ശരി by 3 into a. ഓക്കെ. നിങ്ങൾക്ക് കിട്ടിയ പിള്ളേരെ? നിങ്ങൾ എങ്ങനെ പോയേക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ, കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഞാൻ കാണിച്ചു തരാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ എക്സ് പ്ലസ് ബിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഫാത്തിമ പറഞ്ഞ ആൻസർ അത് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കിട്ടുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതാം. ഇത് ചെറിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ട് ഡയറക്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചു തരാം. പുട്ട് ടി ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എ എക്സ് പ്ലസ് ബിക്ക് പകരം ടി എന്ന് കൊടുത്തു. എ എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പവർ ഒക്കെ വരുവാണെങ്കിൽ ഇപ്പൊ എഫ് ഓഫ് എക്സ് റേസ് ടു എൻ ആ ഫോമിലാണ് കിടക്കുന്നത് കേട്ടോ. അതിനായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ദെൻ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരുന്നു പറഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ്, എ കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ബി 0. അപ്പൊ എ എന്ന് കിട്ടും. അപ്പോൾ ഡി ടി ബൈ എ ഈക്വൽ ടു ഡി എക്സ് നൗ. ഡി ടി എ ഇപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. ഡി ടി ബൈ എ ഈക്വൽ ടു ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രൽ എ എക്സ് പ്ലസ് ബിക്ക് പകരം ടി, ടി റേസ് ടു ഹാഫ് ഡി എക്സിന് പകരം ഡി ടി ബൈ എ എന്ന് വരും. ഈ എ കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി 1 ബൈ എ ഇന്റഗ്രൽ ടി റേസ് ടു ഹാഫ് ഡി ടി ഈക്വൽ ടു 1 ബൈ എ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് എന്ത് വരും എന്നാ? ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു ഹാഫ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നാ? പറഞ്ഞോ. Integral of t raised to half. T 1 by 2 plus 1 divided by t എത്രയാ 1 by 2 plus 1? 3 by 2. അത് പറ. t raised to 3 by 2 divided by 3 by 2 plus t. ശരി, കിട്ടിയതോ? t raised to 3 by 2 divided by 3 by 2 plus c equal to divided by 3 by 2 എന്ന് പറയുമ്പോൾ into 2 by 3 ആവും കേട്ടോ. 2 മുകളിൽ കയറും. 2 by 3a divided by 3 by 2 into 2 by 3. അപ്പൊ 2 മുകളിലായിട്ടോ. 2 by 3a t ക്യൂബ്. t എന്തായിരുന്നു? സോറി, t raised to 3 by 2. t raised to 3 by 2. t യുടെ വാല്യൂ ax plus b into ax plus b raised to 3 by 2 plus c. 2 into ax plus b raised to 3 by 2 by 3a. ax plus b ക്ക് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഇന്റഗ്രേഷൻ നമുക്ക് അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുക. തന്നിരിക്കുന്നതിന്റെ ഇന്റഗ്രേഷൻ അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാവുന്നതിന്റെ രൂപത്തിലേക്ക് മാറ്റുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ഡയറക്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല നമ്മളിത് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് ax plus b raised to half എന്നല്ലേ? ഇത് x raised to half. x raised to half ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? x raised to 3 by 2 by 3 by 2 എന്നല്ലേ എഴുതുന്നത്? x raised to half ആണെങ്കിൽ x raised to 3 by 2 by 3 by 2 അതുപോലെ തന്നെ എഴുതും. ax plus b raised to 3 by 2 by
3/2. എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ കേട്ടോ, എക്സ് റേസ് ടു ഹാഫ് ആണെങ്കിൽ എക്സ് റേസ് ടു 3/2 അതുപോലെ തന്നെ എഴുതി. ഇവിടെ എക്സിന് പകരം ax plus b അല്ലേ, അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് ax plus b, എക്സിന് പകരം ax plus b ആണ്. ax plus b യുടെ ഡെറിവേറ്റീവ് a കിട്ടും. ഈ a ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ a താഴെ വരും. ഈ 2 മോളിൽ കയറും. അടുത്ത സ്റ്റെപ്പിനകത്ത് 2 മോളിൽ കഴിഞ്ഞാൽ 2/3a ax plus b raised to 3/2. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ എഴുതാം, പ്ലസ് c. അന്മിരെ സാർ മനസ്സിലായി. ശരി. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ്, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനോട് കൂടി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 dx. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ട് പരിപാടിയൊന്നും നടക്കില്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2, വേണമെങ്കിൽ എക്സ് പ്ലസ് 2 റേസ്റ്റ് ഹാഫ് എന്നാക്കാം, എങ്ങനെ എഴുതാനും കുഴപ്പമില്ല കേട്ടോ. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 dx. എന്ത് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? എന്തിനോട് കാഫിമോളെ? പവർ ഉള്ളതിന് കൊടുക്കണല്ലേ. മിക്കവാറും അങ്ങനെ ആയിരിക്കും. മിക്കവാറും ഞാൻ എല്ലാം ഉറപ്പ് പറയില്ല കേട്ടോ, ഒന്നിനും ഞാൻ ഉറപ്പ് പറയില്ല. മിക്കവാറും അങ്ങനെ ആയിരിക്കും. നമുക്ക് നോക്കാം, ശരിയാവോ നോക്കാം. മിക്കവാറും അതായിരിക്കും കേട്ടോ. ഒരു 90% പവർ ഉള്ളതിന് തന്നെ ആയിരിക്കും. കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ ഏത് വരും പറഞ്ഞോ? t equal to x plus 2. t equal to x plus 2. ശരി. dt by dx, ഡെറിവേറ്റീവ് ഓഫ് x plus 2 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dt equal to dx. ശരിയല്ലേ? Then this is equal to integral of, നമുക്ക് കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റണം കേട്ടോ. കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ എഴുതാം? t minus 2 എന്ന് എഴുതാവോ എക്സിന്? എഴുതാം. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അതാണ് കറക്റ്റ്. ഈ എക്സിന് പകരം ഇവിടെ നിന്ന് t minus 2 എന്ന് കൊടുക്കും. ഇവിടുന്ന് x ഈക്വൽ ടു ഈ 2 പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ t minus 2. എക്സിന് പകരം t minus 2. Then root of x plus 2. x plus 2 t അല്ലേ? x plus 2 t ആണ്. അപ്പോൾ t raised to half. dx dt. ഇപ്പൊ കംപ്ലീറ്റ് ടിയിലേക്കായി, കംപ്ലീറ്റ് ടിയിലേക്ക് മാറി കേട്ടോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ടിയിലേക്ക് മാറി. ഇനി ടി റേസ്റ്റ് ഹാഫ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അണ്ട് ടേം ബൈ ടേം ഇന്റഗ്രേറ്റ് ചെയ്യുക. ടി റേസ്റ്റ് ഹാഫ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോരോ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ടി റേസ്റ്റ് ഹാഫ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഷിറിനെ? ഷിറിൻ പറഞ്ഞോ. ഇന്റഗ്രൽ ഓഫ് t raised to 1/2 into t. അതെത്രയാ? t raised to 3/2 ആണ്. 3/2 ആണ്. ശരി. മൈനസ് 2 into t raised to 1/2. ശരി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞേ. t raised to 3/2 ന്റെ ഇന്റഗ്രൽ എത്രയാ? t raised to 3/2 ന്റെ ഇന്റഗ്രൽ 3/2 into t raised to അല്ലേ? 3/2 into t raised to 3/2 minus 1 ആണോ? t raised to 3/2 ന്റെ ഇന്റഗ്രൽ ഇതൊന്നും ചെയ്തു നോക്കണമെന്നില്ലല്ലോ ഷെറിനെ. കാലത്തിരിക്കണം മാത്രമേ ഉള്ളൂല്ലോ. t raised to 3/2 എന്താ നസ്ന? 5/2. t raised to 5/2. തീർന്നോ? -2t raised to
3/2. 2t raised to 3/2. കഴിഞ്ഞോ? dt. dt ആ Plus പ്ലസ് സി ഇത്ര അല്ലല്ലോ ഉള്ളൂ നസ്ന. divided by 3/2 ആണോ? ഡിവൈഡഡ് ബൈ ഓരോ ടേമിലും ഇല്ലേ ടി റേസ്റ്റ് 5/2 ബൈ 5/2 ഇല്ലേ, ടി റേസ്റ്റ് 3/2 ബൈ 3/2 ഇല്ലേ, എക്സ് റേസ്റ്റ് ടു n plus 1 ബൈ n plus 1 അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2/5 ആവും കേട്ടോ. ഇത് 2/5 ടി റേസ്റ്റ് ടു 5/2 മൈനസ് ഈ 2 മുകളിൽ കയറുമ്പോൾ 4/3 ആവും. 4/3 ടി റേസ്റ്റ് ടു 3/2 പ്ലസ് സി. ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി ഈക്വൽ ടു x plus 2 ആണ്. 2/5 x plus 2 raised to 5/2 minus 4/3 x plus 2 raised to 3/2 plus c. കഴിഞ്ഞൊരിടത്ത് ചെയ്തോളൂ കേട്ടോ, ഇതുപോലെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ question number 8. Integral of x into root of 1 plus 2 x square dx. Integral of x into root of 1 plus 2 x square dx. എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ഇഹ്സാൻ പറഞ്ഞടാ. സാർ മറ്റേ പോലെ തന്നെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ നീ പറഞ്ഞോ നോക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു 1 plus 2x square whole raised to half. 1 plus 2x square all raised to half dx. ശരി. ഇനി അതിന് എക്സിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിന് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇപ്പൊ റേസ് ടു ഹാഫ് എന്ന സാധനമല്ലേ, അങ്ങനെ ചുമ്മാ എക്സിന് മൾട്ടിപ്ലൈ ചെയ്യണ എങ്ങനെയാ? ആ റേസ് ടു ഹാഫ് ഇല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആയിരുന്നു. റേസ് ടു ഹാഫ് ഇല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. റേസ് ടു ഹാഫ് ഉള്ളപ്പോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മറ്റേ അതിന്റെ ഇന്റഗ്രൽ എടുത്തായില്ലേ? ഏതിന്റെ ഇന്റഗ്രല്? എക്സ് റേസ് ടു n. എക്സ് റേസ് ടു n ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എടുക്കാൻ പറ്റും. ഇവിടെ എക്സ് റേസ് ടു n മാത്രമല്ലേ ഉള്ളൂ, ഇതിന്റെ ഒരു എക്സോടെ ഇല്ലേ, പുറത്തൊരു എക്സോടെ ഇല്ലേ. അപ്പൊ എക്സ് ഇൻറ്റു 1 plus 2x square raised to 3/2 by 3/2. അതിൽ അതെങ്ങനെയാ കിട്ടണേ? നീ പറഞ്ഞത് ഇത് മാത്രമാണെങ്കിൽ ഈ 1 plus 2x square നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ടുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരെ ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്റ്റ് ചെയ്തോ, രണ്ട് ഓപ്ഷനും പറഞ്ഞു. ആ രണ്ട് ഓപ്ഷൻ പറയാനുള്ള കാരണം, ഡയറക്റ്റ് ചെയ്യാമെന്ന് പറയാനുള്ള കാരണം അവിടുത്തെ ഈ 1 plus 2x square raised to half ഈ പാർട്ട് മാത്രമേ അവിടെയുള്ളൂ. 1 plus 2x square raised to half അങ്ങനെ ഒരു പാർട്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ പാർട്ടാണ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇൻറ്റു ഒരു എക്സോടെ ഉണ്ട്, ഇൻറ്റു ഒരു എക്സോടെ ഉണ്ട് ഇവിടെ. പറയാൻ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് ടൈമിന്റെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞില്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്തെ മാത്രം ഇന്റഗ്രൽ പറഞ്ഞു, ആദ്യത്തിന്റെ തൊട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. സാർ ആദ്യത്തെ ഇന്റഗ്രല് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇൻറ്റു ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ അങ്ങനെ റൂളില്ലടാ, അങ്ങനെ റൂളില്ല കേട്ടോ.
അഡീഷൻ ആണെങ്കിൽ ഓക്കെ, രണ്ടെണ്ണത്തിന്റെ ഇന്റഗ്രൽ കാണാൻ പറഞ്ഞാൽ അഡീഷൻ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് കണ്ടിട്ട് കൂട്ടാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് കണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്താൽ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനെ റൂളില്ല. ഇന്റഗ്രൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇന്റഗ്രൽ കണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ റൂളില്ല കേട്ടോ. അപ്പല്ല കൂട്ടാനോ കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കണ്ടിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത്. ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എന്തിനു കൊടുക്കാം അഭിരാമി? T equal to 1 plus 2x square. ഓക്കെ, t equal to 1 plus 2x square. അതിനാണ് പവർ വന്നേക്കുന്നത്. t equal to 1 plus 2x square കൊടുത്താൽ then ബാക്കി പറഞ്ഞ അഭിരാമി dt by dx. dt by dx equal to 4x. 4x ശരി. dt equal to 4x dx. dt by 4 equal to x dx കേട്ടോ. ഇവിടെ നമുക്ക് x dx ഉണ്ട്. അത് x ഇവിടെ ഉണ്ട്, ആദ്യം dx ഉണ്ട്. x dx നമുക്ക് അവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അഭിരാമി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞ ഇന്റഗ്രൽ ഓഫ് t raised to half dt by 4. t raised to half 1 plus 2x square ന് t കൊടുത്തു. t raised to half x dx ന് dt by 4. 1 by 4 പുറത്തോട്ട് എടുത്തു. ഇന്റഗ്രൽ ഓഫ് t raised to half dt. ശരി, പറഞ്ഞോ. 1 by 4 into t raised to 3 by 2 by 3 by 2. t raised to 3 by 2 by 3 by 2 plus c. Plus c. ഇനി 2 by 2 t raised to 3 by 2 by 12. 12. അപ്പൊ 2 ഉം 12 ഉം വെട്ടിക്കളയാൻ പാടില്ലേ? ഈ 2 മുകളിൽ കയറും. 1 by 6 ആവില്ലേ? 2 മുകളിൽ കയറിയിട്ട് 4 ആയിട്ട് വെട്ടിക്കളയും. അപ്പൊ 2 into 3 6. 1 by 6 t ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 plus 2x square raised to 3 by 2 plus c. 1 by 6 1 plus 2x square raised to 3 by 2 plus c. ശരിയായ പിള്ളേരെ? മറുപടി ഇല്ലല്ലോ. ഈ ആൻസർ കിട്ടിയിരുന്നവർ കൈവയ്ക്കേ. ശരി ശരി. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. എന്തെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഇത് പഠിക്കാതെ നമുക്ക് യാതൊരു നിവൃത്തിയില്ല. ഇന്റഗ്രേഷൻ എന്ന് പറയാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. Integral of 4x plus 2 into root of x square plus x plus 1 dx. T equal to എന്തിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? നിസ്രിൻ? x square plus x plus 1. ശരി, x square plus x plus 1. Then dt by dx ഓളെ 2x plus 1. ശരി. അപ്പോൾ dt equal to 2x plus 1 into dx. dx. Okay, okay. ഈ 2x plus 1 into dx ഇവിടെ ഇല്ലല്ലോ. നമുക്ക് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? എന്ത് ചെയ്യാം മുദാസിറെ? എങ്ങനെ കിട്ടും 2x plus 1 dx? 2 കോമൺ വെളിയിലെടുത്താൽ പോരാ.
ഈ ആദ്യത്തേൽ നിന്ന് അല്ലെ, ആദ്യത്തെ ഒരു 2 കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് മാറ്റി കേട്ടോ. ആദ്യത്തെ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എന്തുണ്ട് 2x + 1 ഉള്ളത് കേട്ടോ. 2x + 1 ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്ന്, അതായത് ആ 4x + 2 നിന്ന് ഒരു 2 കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി, ബാക്കി 2x + 1 ഉണ്ട്. √(x² + x + 1 dx) നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore this is equal to 2 into t⁻². √(x² + x + 1) x² + x + 1 ന് t എന്ന് കൊടുത്തു, x² + x + 1 ന് t, അതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ t⁻½ ആയി. 2x + 1 dx, ബാക്കിയുള്ള 2x + 1 dx ആണ് dt. That is 2 into t⁻³ by 3/2 plus c. മുകളിലേക്ക് പോകും, 4/3 t⁻³ plus c. 4/3 t ക്ക് പകരം x² plus x plus 1 raised to 3/2 plus c എന്ന് കിട്ടും. കഴിഞ്ഞോ? എന്തായി റാഫിയ? കിട്ടിയോ? ശരി, അടുത്ത ഏത് തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 10. 1/x - √x. 1/x - √x dx. എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം ഫാത്തിമ ഇസ്മായിലെ? താഴെ കിടക്കുന്നത് കോമൺ എടുക്കാൻ പറ്റുവാണെങ്കിൽ എളുപ്പമായേനെ. താഴെ കിടക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ. കോമൺ ആയിട്ടുള്ള പുറത്തെടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാം. കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ എന്നാ ഉള്ളതെന്ന് നോക്കിയേ. എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? എന്റെ അടുത്ത് എക്സ് ഉണ്ട്. രണ്ടിടത്തും എക്സ് ഉണ്ടെങ്കിൽ എക്സ് കോമൺ ആണോ? അല്ല. പിന്നെ എന്നാ കോമൺ ആയിട്ട് കിട്ടും നമുക്ക്? അവിടെ ഒരു സാധനം കോമൺ ആയിട്ട് എടുക്കാം. ഒരു ആദ്യത്തെ അടുത്ത് എക്സ് ഉണ്ട്, രണ്ടാമത്തെ അടുത്ത് √x ഉണ്ട്. എക്സും ഉണ്ട് √x ഉണ്ട്. അപ്പൊ എന്ത് കോമൺ ആയിട്ട് കിട്ടും? √x കോമൺ ആയിട്ട് കിട്ടും. ശരി, അപ്പൊ ഡിനോമിനേറ്ററിൽ നിന്ന് √x, ഡിനോമിനേറ്ററിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അറേഞ്ച് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. 1/√x into √x - 1 dx. √x into √x x minus 1 into √x √x. ഇന്റഗ്രൽ 1/√x into √x - 1. കോമൺ ആയിട്ടുള്ള √x നെ പുറത്തേക്ക് മാറ്റി. ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ത് കൊടുക്കാം ഫാത്തിമ? √x - 1 t ആയി കൊടുക്കാം. ശരി, നോക്കാം. t equal to √x - 1. t equal to √x - 1. അതിന്റെ ഡെറിവേറ്റീവ് അവിടെ തന്നെ വരണം കേട്ടോ. ഡെറിവേറ്റീവും അതിന്റെ ഉള്ളിൽ കിട്ടണം, അതാണ് നമ്മുടെ കണ്ടീഷൻ. dt/dx ഡെറിവേറ്റീവ് ഓഫ് √x ഫാത്തിമ
1/2 root x. 1/2 root x അവിടെ ഉണ്ടല്ലോ. 1/2 root x ഇല്ലേ? അപ്പൊ ശരിയാ കേട്ടോ. റൂട്ട് എക്സ് മൈനസ് 1 ടി എന്ന് കൊടുത്തപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് നമ്മൾ നോക്കണ്ട. 1/2 root x ആണ്. 1/2 root x അവിടെയുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു കാര്യം ചെയ്യാം, അറേഞ്ച് ചെയ്തെടുത്തേക്കാം. 2 dt 2 dt ഈക്വൽ ടു 2 ഇങ്ങോട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 2 dt ഈക്വൽ ടു dx ഇപ്പുറത്തേക്കും. അപ്പോൾ dx/√x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 1/√x മൈനസ് 1 t 1/t 1/t dx/√x ഇനിയുണ്ട്. dx/√x dx/√x-ന് 2 dt 2 പുറത്തേക്ക് പൊക്കോളും. ഇന്റഗ്രൽ ഓഫ് 1/t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ t റേസ് ടു വേണ്ട 1/t കുഴപ്പമില്ലല്ലോ. 1/t നമുക്ക് അറിയാവുന്നതല്ലേ. 1/t dt 1/t നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ്. 2 പുറത്തേക്ക് മാറ്റി 1/2 dt. എന്താ ഇന്റഗ്രൽ ഓഫ് 1/t dt? എന്ത് വരും റൂബി? ഇന്റഗ്രൽ ഓഫ് 1/t dt റൂബി കേൾക്കാൻ പാടില്ല. മൈക്കോണൊക്കെ മൈക്ക് ഓണായില്ല മോളെ. രഷില അലിയ ഇന്റഗ്രൽ ഓഫ് 1/t dt Log mod t plus t. log mod t plus t 2 log mod t plus c. This is equal to 2 log mod t mod of root x minus 1 plus c. പ്രോബ്ലംസ് ഇന്ന് തന്നെ ചെയ്തു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ചെയ്തു നോക്കണം. അടുത്ത തുടങ്ങിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 11 കഴിഞ്ഞവർ അടുത്തടുത്ത് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇന്റഗ്രൽ x/√(x plus 4) integral x/√(x plus 4) x/√(x plus 4 dx. എന്തായിരിക്കും ഐഷ സലീമേ? x+4 t ആയിട്ട് കൊടുക്കണ്ടേ? x+4 t. ശരി, നോക്കാം നമുക്ക്. t ഈക്വൽ ടു x+4. ഡെറിവേറ്റീവ് പറഞ്ഞോ. dt/dx എന്ന് പറയുമ്പോ 1 വരും. 1. അപ്പൊ dt ഈക്വൽ ടു dx. ശരി. അപ്പോൾ ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മുകളിൽ x-ന് പകരം എന്ത് വരും? t-4. ഓക്കെ. x-ന് പകരം t-4 കേട്ടോ. x-ന് പകരം ഇവിടുന്ന് t-4. പിന്നെ x പാടില്ല. t-4 dx dt ആയി. താഴെയോ? √t. ശരി, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ഇനി മുകളിൽ 2 ടേം ഉണ്ട്, താഴെ ഒരു ടേം ആണ്. √t കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മുകളിലുള്ള ഓരോ ടേമിനെയും √t കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ t/√t t⁻1 - 1/2. എത്രയാ? t⁻1/2 √t. √t തന്നെ. മൈനസ് 4/√t 4/√t dt. ഇങ്ങനെ റേസ്റ്റ് ഹാഫ് ഒക്കെ കൊടുത്തേക്കാം. ആദ്യത്തേത് t⁻½ ആയി. -4 ഇത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ t⁻−1/2. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്തോളുക. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ.
ഇന്റഗ്രേറ്റ് ചെയ്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ചുമ്മാ ആലോചിച്ചിരിക്കരുത് കേട്ടോ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തങ്ങ് ചെയ്ത് പൊക്കോളണം. ചുമ്മാ ആലോചിച്ചിരുന്ന അങ്ങനെ ഇരിക്കുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്ത് മുന്നോട്ട് പോവുക. എന്താ ഡെറിവേറ്റീവ്സ്? എന്താ മിസ്ബ? ടി റേസ് ടു ഹാഫിന്റെ ഡെറിവേറ്റീവ് പറയടാ. പറയടാ, പെട്ടെന്ന് പറ. ഹാഫിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഡെറിവേറ്റീവ് അല്ല, ഇന്റഗ്രൽ t raised to 3/2 by 3/2. t raised to 3/2 by 3/2 minus 4 times t raised to minus half minus 1/2 plus 1. എത്രയാ? minus 3/2. minus 1/2 plus 1 minus 1/2 plus 1 എത്രയാടാ? 1/2 ആണ്. minus 1/2 1/2 1/2 by 1/2 1/2 by 1/2 plus ഞാൻ അറേഞ്ച് ചെയ്തെഴുതാം. 2 മുകളിലേക്ക് കയറുമ്പോൾ 2/3 t raised to 3/2 minus 8 t raised to half plus c now. That is 2/3. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? t equal to x plus 4. x plus 4 raised to 3/2 minus 8 x plus 4 raised to half plus c. ഇനി വേണമെങ്കിൽ x plus 4 raised to half കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതാം കേട്ടോ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. തൽക്കാലം ഇത് മതി. എന്തായി? സബ്സ്റ്റിറ്റ്യൂഷന്റെ ട്രാക്കിലേക്ക് എത്തിയോ? സബ്സ്റ്റിറ്റ്യൂഷന്റെ ട്രാക്കിലേക്ക് കയറിയോന്ന്? നിങ്ങൾക്ക് എന്താ പിള്ളേർ ഒരു പ്രതികരണം ഇല്ലാത്ത? ഓ അന്മേരി, കുഴപ്പമില്ല. ശരി ശരി, അടുത്തേതോ നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12. Integral of x cube minus 1 the whole raised to 1/3 x raised to 5 dx. x cube minus 1 the whole raised to 1/3 x raised to 5 dx. എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം റാഫിയ? x cube minus 1 t ആയിട്ട് എടുത്താൽ മതിയോ? ശരി, അങ്ങനെ നോക്കുക കേട്ടോ. നമ്മള് മതിയോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്. അപ്പൊ മനസ്സിലായോ? ഇതാണോ മതിയോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കരുത്. നമുക്ക് അതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ടങ്ങ് ചെയ്ത് നോക്കുക. ശരിയാവോ നോക്കാം. t equal to x cube minus 1. t equal to x cube minus 1. പറഞ്ഞ റാഫിയ. dt by dx 3x square 3x square അല്ലേ? ശരി ശരി. അപ്പൊ dt equal to 3x square into dx. ശരി, 3x square into dx. നമുക്ക് നോക്കാം. ഇന്റഗ്രൽ x cube minus 1 raised to 1/3. ഇവിടെ ഒരു x raised to 5 ആണ് കേട്ടോ. x raised to 5 dx. നമുക്കിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴൊന്നും x raised to 5 ഒന്നും വന്നിട്ടില്ല. ഈ x ക്യൂബ് മൈനസ് 1 ശ്രദ്ധിച്ച പിള്ളേരെ, കഴിഞ്ഞിട്ട് എഴുതാം. x ക്യൂബ് കിട്ടിപ്പോയെങ്കിൽ ചെയ്തോളൂ കേട്ടോ. x ക്യൂബ് മൈനസ് 1 the whole raised to 1/3 നമുക്ക് t എന്ന് കൊടുക്കാം. ഇനി x raised to 5 നമുക്ക് ഇവിടെ വന്നിട്ടൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? x raised to 5 നമുക്ക് എന്ത് ചെയ്യാം? മാർഗമുണ്ട് കേട്ടോ.
എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റുമോ? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതും. കാരണം ഈ എക്സ് ക്യൂബിനെ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കിട്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് എക്സ് ക്യൂബിനെ കിട്ടാം. എക്സ് ക്യൂബ് ഈക്വൽ ടു ടി പ്ലസ് 1 എന്ന് കിട്ടും ആദ്യത്തേൽ നിന്ന്. ഇവിടുത്തെ എക്സ് സ്ക്വയർ താഴത്തേലുണ്ട്, 3x സ്ക്വയർ കൂടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും, ഈ എക്സ് റേസ് ടു 5നെ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാക്കി മാറ്റും. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇന്റഗ്രൽ ആദ്യത്തേത് എക്സ് ക്യൂബ് മൈനസ് 1 ടി, അപ്പോൾ ടി റേസ് ടു 1/3. ഇനിയുള്ള എക്സ് ക്യൂബിന് പകരം ഇവിടെ നിന്ന് കിട്ടും, എക്സ് ക്യൂബ് ഈക്വൽ ടു ടി പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് ക്യൂബിന് പകരം ടി പ്ലസ് 1. ഇനി എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ? എക്സ് സ്ക്വയർ ഡി എക്സ് ഡി ടി ബൈ 3. dt by 3. ആ 1/3 പുറത്തേക്ക് മാറ്റുക, അകത്തുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. 1/3 പുറത്തേക്ക് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്തു നോക്കണം കേട്ടോ പിള്ളേരെ, ഇന്ന് തന്നെ ചെയ്തു നോക്കണം. ചുമ്മാ ഒരു പ്രാവശ്യം ആ നോട്ട്ബുക്ക് അടച്ചു വെച്ചിട്ട് ടെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഒന്നങ്ങ് ചെയ്തു നോക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് പഠിച്ചു പോക്കോളും. എന്ത് ചെയ്യാ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ ഷഹന? 1/3 ഇന്റഗ്രൽ ഓഫ് t raised to 3/2 plus 1. t raised to 3/2. അത് എവിടുന്ന വന്നേ? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പൊ ടി റേസ് ടു 1/3 ഇൻറ്റു ടി ഇന്നല്ലേ വന്നത്? അത് എത്ര വരും? ഒരു മിനിറ്റ്, 4/3. 4/3 ടി റേസ് ടു 4/3 പ്ലസ് അടുത്തതാ സോറി പ്ലസ് t raised to 1/3 പ്ലസ് ടി റേസ് ടു 1/3 dt കേട്ടോ. ഇപ്പൊ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇനിയാണ് ഇന്റഗ്രേഷൻ. അടുത്ത സ്റ്റെപ്പിലാണ് ഇന്റഗ്രേഷൻ. മൊത്തം ചളകളായിട്ടാ കിടക്കണത്. അടുത്ത സ്റ്റെപ്പിലാണ് ഇന്റഗ്രേഷൻ. പറഞ്ഞോ. 1/3 t raised to 7/3. 4/3 plus 1 7/3. 7/3 കേട്ടല്ലേ? by 7/3. ഓക്കെ, by 7/3 plus t raised to 4/3 by 4/3 c. പ്ലസ് സി. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടി ആട്ടോ. ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ dt ഒന്നും ഇല്ല. പ്ലസ് സി. ശരി, ഇനി അറേഞ്ച് ചെയ്ത് എഴുതാം. 1/3 ഇൻറ്റു 7/3 എന്ന് പറഞ്ഞാൽ 3/7 ആവും. 3/7. ടിക്ക് പകരം എന്തായിരുന്നു നമ്മുടെ ടി? എക്സ് ക്യൂബ് മൈനസ് 1 ആവും. ടി ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1. എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 7/3 പ്ലസ് ഈ താഴത്തെ 4/3 3/4 ആവും കേട്ടോ. 3/4 എക്സ് ക്യൂബ് മൈനസ് 1 റേസ് ടു 4/3 പ്ലസ് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു 3 കോമൺ ആയിട്ട് പുറത്തേക്ക് വരും. ആ പുറത്തുള്ള 3 ആയിട്ട് കട്ട് ചെയ്ത് നോക്കോളൂല്ലേ? രണ്ട് ടൈമിലും ന്യൂമറേറ്ററിൽ 2 ടൈമിലും ഒരു 3 ഉണ്ട്. ആ 3 പുറത്തേക്ക് മാറ്റുക, താഴെയുള്ള ഒരു 3 ആയിട്ട് കട്ട് ചെയ്ത് പോക്കോളും. അപ്പോൾ 1/7 എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 7/3 പ്ലസ് 1/4 എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 4/3 പ്ലസ് സി.
ഓക്കെ ആണോ? അടുത്ത് ചെയ്തോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. സംശയം എന്തിനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം, അല്ലെങ്കിൽ അടുത്ത് ചെയ്തോളുക. ക്വസ്റ്റ്യൻ നമ്പർ 13 തന്നെ ചെയ്യുക കേട്ടോ. തന്നെ ചെയ്തൊക്കെ പോവുക, ഇവിടെ പഠിക്കുള്ളൂ. വെറുതെ ഇരിക്കരുത്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്റഗ്രൽ x² by 2 plus 3x³ whole cube dx. എന്തായിരിക്കും അഫ്സറെ സബ്സ്റ്റിറ്റ്യൂഷൻ? t equal to 2 plus 3x cube. 2 plus 3x³. ശരി. dt by dx 9x square dx. dt equal to 9x square dx. 9x square dx. ശരി. ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തരാ. uh, 1 by 9. 1 by ഈ 2 plus 3x³ 2 plus 3x³ എന്ത് കൊടുക്കാം? t എന്നല്ലേ? അപ്പൊ 1 by t³ ആവില്ലേ? ഇനി മുകളിൽ ബാക്കി എന്തുണ്ട്? ഇനി മുകളിൽ ബാക്കിയുള്ളത് ഇനി x² dx അല്ലേ? x² dx നമുക്ക് എന്ത് കൊടുക്കാം? dt by 9. dt by 9. dt 1 by 9 പുറത്തേക്ക് മാറ്റാം. t³ എന്ന് പറഞ്ഞാൽ t raised to minus 3. t raised to minus 3 dt. 1 by 9 t raised to minus 3 dt. എന്താ നസ്ന ചോദിച്ചോ? നസ്ന മൈനസ് നോക്കിയതാ, ചോദിക്കാനൊന്നുമില്ല. സംശയമുണ്ടോ? ഇല്ല. ശരി ശരി. t raised to minus 3 dt. 1 by 9 എന്തുവരും? ഇന്റഗ്രൽ ഓഫ് t raised to minus 3. എന്താ മാളവിക t raised to minus 3 ഇന്റഗ്രൽ? Sir, t raised to minus 2 by minus 2 plus c. ശരി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by minus 18 കേട്ടോ. 9 into minus 2. 1 by t raised to minus 2. ഈ 2 plus 3x³ 2 plus 3x³ raised to minus 2 plus c. വേണമെങ്കിൽ 2 plus 3x³ raised to minus 2 താഴത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. 2 plus 3x³ സ്ക്വയർ എന്ന് എഴുതാം, കുഴപ്പമുള്ള കാര്യമില്ല. Question number 14. Integral 1 by x log x raised to m dx. 1 by x log x raised to m dx. സലാദിനെ എന്ത് ചെയ്യാം? സാർ ലോഗ് എക്സിനെ ടി എന്ന് കൊടുക്കാം. t equal to log x. ശരി. dt by dx 1 by x അവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഡെറിവേറ്റീവ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും നോക്കിക്കോളണം, ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവണം. 1 by x ഇല്ലെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സാധിക്കില്ല.
1/x. അപ്പോൾ ഇവിടുന്ന് dt ഈക്വൽ ടു dx by x എന്ന് വരും. എന്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 പറഞ്ഞോ 1 by t dt t എന്നുള്ളോ 1 by t t raised to m dt 1 by t raised to m log x ന് t എന്ന് കൊടുക്കുമ്പോൾ t raised to, പിന്നെ dx by x ഉണ്ട്, dx by x dt. ഈ dx by x ആണ് dt കേട്ടോ, dx by x. That is integral t raised to minus m dt. t raised to minus m dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sir t raised to minus m plus 1 by minus m plus 1 plus c. ഓക്കെ, തിരിച്ച് t കൊടുക്കാം. t log x raised to 1 minus m. minus m plus 1 ആ m ഞാൻ രണ്ടാമതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 1 minus m divided by 1 minus m plus c. അടുത്ത ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 15. Integral of x by 9 minus 4x square dx. എന്ത് കൊടുക്കാം? അഹൽ നിഷാദ്. t is equal to 9 minus 4x. t equal to 9 minus 4x square. 9 minus 4x square. dt by dx dt by equal to 2 derivative of t with respect to x. 9 ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ബാക്കി മൈനസ് 4x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അറിയാം, കിട്ടണില്ല. 4 ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഡെറിവേറ്റീവ് ഓഫ് 4x സ്ക്വയർ 9ന്റെ 0 മൈനസ് 4x സ്ക്വയർ. എന്താ അനക? കേൾക്കാൻ പാടില്ല അവളെ, കേൾക്കാൻ പാടില്ല. രക്ഷയില്ല. പറഞ്ഞു സാമുലെ. minus 8x minus 8x. ശരി, minus 8x. അപ്പോൾ dt ഈക്വൽ ടു minus 8x dx ആണ് കേട്ടോ. സാമുൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇന്റഗ്രൽ എന്തൊക്കെയാ കൊടുക്കണം പറഞ്ഞോ. ഇവിടെ 8x ഇവിടെ എവിടെ മുകളിൽ വരുന്നില്ലല്ലോ, വരുന്നുള്ളൂ. അല്ല 8 ഉണ്ടോ, x dx ഉണ്ടല്ലോ. ഈ x dx മുകളിൽ നോക്കി. അപ്പൊ എന്ത് കൊടുക്കാം? x dx ന് വരാം അവിടെ മുകളില് x dx. dt by minus 8 കൊടുക്കാം. dt by minus 8 എന്ന് കൊടുക്കാം. ഇനി വേറെ എന്താ ഇവിടെ ഉള്ളത്? താഴെ t by t അല്ലേ? 1 by t അല്ലേ? 1 by t.
1 by t. 1 by 9 minus 4x square t എന്ന് 1 by t. x dx ന് പകരം dt by minus 8. കോൺസ്റ്റന്റ് എങ്ങോട്ട് വെള്ളം കൊണ്ടുവരാം കേട്ടോ. നമ്മൾ പുറത്തേക്ക് എടുത്തേക്കാം. ഇന്റഗ്രൽ -1 by 8 പുറത്ത്, ബാക്കി 1 by t dt. -1 by 8 into ഇന്റഗ്രൽ ഓഫ് 1 by t എന്താ സാമുവലെ? ഇന്റഗ്രൽ ഓഫ് 1 by t ആണോ? 1 by t എന്തായിരുന്നു? 1 by x ന്റെ ഫോമിലാണോ അത്? 1 by x ഇന്റഗ്രൽ ഓഫ് 1 by x എന്താ? 1 by x -1 by x square. 1 by x ആണെങ്കിൽ അപ്പൊ അവിടെ -1 by t square. എടാ ഇന്റഗ്രലാണ് ഞാൻ ചോദിക്കണേ. ഇന്റഗ്രൽ ഓഫ് 1 by x. ഇന്റഗ്രൽ ഓഫ് ശരിയായിട്ടില്ല സാമുവലെ, കൂടി കൊഴിഞ്ഞു കിടക്കുക. സാറേ ലോഗ് മോഡ് x പ്ലസ് സി. ലോഗ് മോഡ് എക്സ്. നീ തപ്പി കണ്ടുപിടിക്കാൻ ഇത്ര സമയം എടുക്കരുത്. എവിടെ നോക്കിയാ പറയണേ? കൺഫ്യൂഷൻ വന്നതുകൊണ്ട്. നാളെ ഞാൻ ചോദിക്കട്ടോ സാമുവലെ, നാളെ ഞാൻ ചോദിക്കും. ഇതൊക്കെ എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടണം. ലോഗ് മോഡ് ടി പ്ലസ് സി -1 by 8 ലോഗ് മോഡ് ടി. ടിക്ക് പകരം 9 minus 4x square പ്ലസ് സി. കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞട്ടോ, നിങ്ങൾ ഇന്നൊന്ന് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നൊന്ന് ചെയ്തു വെക്കണം. ബുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഇരുന്ന് ചെയ്യുക. ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ കൺഫ്യൂഷനൊക്കെ മാറിക്കോളും. നാളെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒറ്റയടിക്ക് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാം. e⁻²x + 3 e⁻²x + 3 ആൻസർ ഇന്റഗ്രൽ ഓഫ് e⁻²x + 3. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ 2x + 3 ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അല്ലാതെ തന്നെ ഒറ്റയടിക്ക് എഴുതാം. e⁻x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. എന്തായിരിക്കും ഭീമ ബീവി ആൻസർ? e⁻x അല്ലേ? e⁻x ന്റെ e⁻x തന്നെ. അപ്പൊ e⁻²x + 3 ആകുമ്പോഴോ e⁻2x + 3 e⁻2x + 3 അല്ല. e⁻x ന്റെ ഇന്റഗ്രൽ e⁻x ആണ്. e⁻2x + 3 യുടെ ഇന്റഗ്രൽ e⁻2x + 3 അല്ല. എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ ഭീമ? നമ്മൾ പഠിക്കുന്ന റിസൾട്ടിനകത്ത് എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്തോളൂ കേട്ടോ. തെറ്റിപ്പോയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്തോളൂ, അങ്ങനെ തെറ്റില്ല. എന്താ ഇർഫാനെ ആൻസർ? അഹമ്മദ് ഇർഫാൻ. നിന്റെ സൗണ്ട് ഒന്നും ഒരിക്കലും കേൾക്കാൻ പറ്റണില്ലല്ലോടാ. എന്തായിരിക്കും അന്ന? Sir, e⁻²x + 3/2 + c ആണ്. by 2 + c.
ഇ റേസ് ടു 2x പ്ലസ് 3യുടെ ഇ റേസ് ടു 2x പ്ലസ് 3. അവിടെ എക്സിന് പകരം 2x പ്ലസ് 3 ആണ്. എക്സിന് പകരം 2x പ്ലസ് 3 വന്നപ്പോൾ ആ എക്സിന് പകരം വരുന്നതിന്റെ ഡെറിവേറ്റീവ് ഓഫ് 2x പ്ലസ് 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ എക്സിന് പകരം എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിഫറൻസിയേഷനകത്ത് ഇന്റഗ്രേഷനകത്ത് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്തോ ഈ ആൻസർ തന്നെ കിട്ടും. ഇവിടെ ഡയറക്റ്റ് ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടാന്ന് മാത്രം. വേണ്ടാന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യണം എന്നുള്ളവർ അങ്ങനെ ചെയ്തോളുക, പ്രശ്നമല്ല. എങ്ങനെയായാലും കുഴപ്പമില്ല, ഉത്തരം കിട്ടിയാൽ മതി. സംശയമുണ്ടോ ഫിമോളെ? ഇല്ല. ഇല്ല. ശരി ശരി. Question number 17. Integral of x by e raised to x square. Integral of x by e raised to x square dx. എന്ത് ചെയ്യും? x by e raised to x square dx. മെഹബൂബ? ടീനെ എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കണം. ടിക്ക് എക്സ് സ്ക്വയർ. ശരി, എനിക്കൊന്ന് പറഞ്ഞു തന്നേരം മെഹബൂബ. ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് 2x കിട്ടും. ശരി, ഡെറിവേറ്റീവ് 2x കിട്ടും. പിന്നെ dt 2x dx. ശരി, dt 2x dx. അവിടെ x dx ഉള്ളൂ, അപ്പൊ dt by 2 എന്നാവും. സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വരും? ഇന്റഗ്രൽ 1 by e raised to t into dt by 2. x dx ന് പകരം dt by 2. ശരി, 1 by 2 പുറത്തെടുക്കാം. 1 by 2 പുറത്തെടുക്കാം. ഇന്റഗ്രൽ e raised to minus t dt. ഇന്റഗ്രൽ ഓഫ് e raised to minus t. e raised to minus t എന്ന് പറയുമ്പോൾ x square minus x square. അല്ല, ഇന്റഗ്രേറ്റ് ചെയ്തില്ലല്ലോ. ഇന്റഗ്രേറ്റ് അത് തന്നെയല്ലേ? e raised to minus t തന്നെ. പ്ലസ് c അല്ല, അവിടെ തെറ്റി. അല്ല 1 by 2 1 into 1 minus 1 into minus 1 into minus 1 ഡെറിവേറ്റീവ് ആണെങ്കിൽ, ഡിഫറൻസിയേഷൻ ആണെങ്കിൽ into minus 1. into divided by minus 1. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും ചെയ്യേണ്ടതാണ് ഡിവൈഡഡ് ബൈ മൈനസ് 1 ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ മൈനസ് 1. e raised to t ആണെങ്കിൽ e raised to minus t വന്നാൽ e raised to minus t into ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ടി. മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് -1 വരും, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ -1 പ്ലസ് സി. -1 by 2 e raised to x square minus x square plus c. വേണമെങ്കിൽ ഈ -x square താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ -1 by 2 e raised to plus x square എന്നായിക്കോളും, പ്ലസ് സി. അടുത്ത ചെയ്തോ. e raised to tan inverse x by 1 plus x square. കാണുമ്പോൾ തന്നെ മനസ്സിലാവണം എന്തിനു കൊടുക്കാം, അതിന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടോ. e raised to tan inverse x by 1 plus x square dx. എന്തിനോട് കടാ?
മുഹമ്മദ് ഹസാൻ. സാർ ആ എക്സ് സ്ക്വയറിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇ റേസ് ടു ടാൻ എക്സ് കൊടുക്കാൻ പറ്റും. നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറഞ്ഞേ, ഏതിന് കൊടുക്കണം? ടാൻ ഇൻവേഴ്സ്. ടാൻ എക്സ് അല്ല, ടാൻ ഇൻവേഴ്സ് എക്സ് ആട്ടോ. ടാൻ ഇൻവേഴ്സിന് കൊടുത്താലേ. ശരി, ടാൻ ഇൻവേഴ്സിന് കൊടുത്തു നോക്കാം. പുട്ട് ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. എന്താണ് അതിന്റെ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. Tan inverse x is equal to log sin x plus c. ലോഗ് sin x plus c. അത് ഒരു രീതിയിലും ശരിയായില്ലോ. log mod sin x plus c. ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് എന്തിന്റെ ഇന്റഗ്രലാണ്? അത് കോട്ടിന്റെ ഇന്റഗ്രലാണ് tan കേട്ടോ. inverse. ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്റെ ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് minus cos square x cosec square x. cosec square x മൈനസ് കൊസി സ്ക്വയർ എക്സ്. ഒരു നിവൃത്തിയില്ലല്ലോടാ ദിവസാനെ. ഇവിടെ ഒന്നും പഠിക്കണില്ലടാ. സാർ കോട്ടെക്സിന്റെ ഇവിടെ നാളെ ഞാൻ വീണ്ടും ചോദിക്കട്ടോ ഈ കാര്യങ്ങൾ, റിസൾട്ടുകൾ, ഡിഫറൻസിയേഷന്റെയും ഇന്റഗ്രേഷന്റെ ഒക്കെ റിസൾട്ടുകൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ ദിവസാനെ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ശരി, എന്താ അഭിരാമി? ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 plus x square. 1/1 plus x square. dt equal to dx by 1 plus x square. ഇന്റഗ്രൽ പറഞ്ഞ പോലെ ബാക്കി e raised to t ആ dt. e raised to t dt. സെക്കൻഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോട്ടോ. കംപ്ലീറ്റ് ചെയ്തോ. e raised to t dt എന്നായി. ഇന്റഗ്രൽ ഓഫ് e raised to t തന്നെ പ്ലസ് c ഈക്വൽ ടു e raised to t. ക്ക് പകരം tan inverse x. e raised to tan inverse x plus c. ഇന്റഗ്രേഷൻ എങ്ങനെയുണ്ട് പിള്ളേരെ? എന്താ ഷഹന ഭയങ്കര ചിരി തന്നെ? ഇതൊക്കെ ആരെങ്കിലും എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കൂ അല്ലെ? എങ്ങനെയുണ്ട് ഐഷ? എളുപ്പമാണോ? പെട്ടെന്ന് മറുപടി പറ. അല്ല. എളുപ്പമല്ല? ആ ഇന്നിരുന്ന് ചെയ്തോളണം കേട്ടോ. എളുപ്പമല്ലെങ്കിലത്തെ മാർഗം അത്രേ ഉള്ളൂ. ഇന്നിരുന്ന് ചെയ്തോളണം. എളുപ്പമാകാനായിട്ട് വേറെ മാർഗമില്ല. എളുപ്പമാകാനായിട്ടേ വേറെ മാർഗമില്ല. നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൂ. സൈക്കിളോട്ട് പഠിക്കുന്ന പോലെ തന്നെ കേട്ടോ. ചവിട്ടി ചവിട്ടി പഠിക്കേണ്ടി വരും. കുറച്ച് വീഴൊക്കെ ചെയ്യും, സാറില്ല, കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടീസ് ആയിക്കോളും. ഇരുന്ന് ചെയ്ത് പഠിച്ചോളണം. അടുത്ത ഇതേ ക്വസ്റ്റ്യൻ നമ്പർ എത്ര നമ്പർ? 19 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 19. Question number 19. Integral e raised to 2x minus 1 by
e raised to 2x plus 1 dx. ഇതെങ്ങനെ ചെയ്യാം? ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണം കേട്ടോ, എന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ചില ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ചില ക്വസ്റ്റ്യൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ അറേഞ്ച്മെന്റ് ഉണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ കിട്ടില്ല. ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ വരില്ല. എന്തായിരിക്കാം അറേഞ്ച്മെന്റ്? ആലിയ? e raised to 2x minus 1 by e raised to 2x plus 1. ഇതൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ പിള്ളേരെ. കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഇങ്ങനെ ചെയ്താലാണ് ആൻസർ കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരണം. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇല്ല, വിഷയമില്ല. പറയാമോ സലാദിനെ? സാർ ഇന്റഗ്രേഷനിലേക്ക് നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ? നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. അല്ല, മുകളിലും താഴെ ആഡ് ചെയ്താൽ കുഴപ്പമുണ്ടോ? മുകളിലും താഴെ നമ്പർ, വെറും നമ്പർ ആഡ് ചെയ്യാനായിട്ടാ? ഏത് ആഡ് ചെയ്യും? 1 ആഡ് ചെയ്യും. മുകളിലും താഴെ മുകളിലും താഴെ 1 ആഡ് ചെയ്യും. മുകളിലും താഴെ അങ്ങനെ മുകളിലും താഴെ 1 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വാല്യൂ മാറിപ്പോലെ. അല്ല, 1 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോഴേ ഫംഗ്ഷൻ മാറിപ്പോയില്ലേ? സെയിം അല്ലല്ലോ. മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാ അല്ലെ? മുകളിലും താഴെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ വ്യത്യാസം വരില്ല. ഡിവൈഡ് ചെയ്താലും വ്യത്യാസം വരില്ല. പക്ഷെ ആഡ് ചെയ്താൽ വ്യത്യാസം വരില്ലേ? ആ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സെയിം നമ്പർ മുകളിലും താഴെ ആഡ് ചെയ്താലും ഫംഗ്ഷൻ മാറിപ്പോവും, വാല്യൂ മാറിപ്പോവും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ, അഡീഷൻ പറ്റില്ല. അറിയില്ല സാർ, അറിയില്ല. ഇതിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ അതുപോലെ ഏകദേശം ചെയ്തതാ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം, ക്വസ്റ്റ്യന്റെ നമ്പർ ഞാൻ പറയാം. ക്വസ്റ്റ്യന്റെ നമ്പർ പറയാം കേട്ടോ, ഒന്ന് നോക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ എവിടെ പോയി? കണ്ടില്ലല്ലോ. 10. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10ൽ നമ്മൾ ചെയ്ത രീതിയാണ്. അല്ലെങ്കിൽ വേറൊരു ക്ലൂ കൂടെ തരാം. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്ത രീതിയാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20 നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. ചെയ്തിട്ടില്ല, അടുത്ത ചെയ്യാൻ പോണുള്ളൂ. ഇനി പറയാമോ സലാഹുദ്ദീനെ? ഇനി എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? സാർ താഴേന്ന് e raised to 2x ഔട്ട് സൈഡ് എടുത്തിട്ട് ചെയ്യണം. താഴേന്ന് മാത്രമല്ലടാ, രണ്ടിടന്ന് എടുക്കും. രണ്ടിടന്ന് e raised to 2x അല്ല കേട്ടോ, e raised to x പുറത്തേക്ക് മാറ്റും. e raised to x ആണ് രണ്ടിടത്തും. ദിസ് ഈസ് ഈക്വൽ ടു e raised to x ഇൻറ്റു e raised to x മൈനസ് എന്ത് വരും? 1 by e raised to x. അതായത് e raised to മൈനസ് x. ശരിയല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് e raised to x into e raised to x, e raised to x into e raised to x, e raised to 2x ആയി. e raised to x ഉം e raised to മൈനസ് x ഉം വിട്ടിപ്പോയിട്ട് 1 വന്നോളൂ. താഴെ അതുപോലെ തന്നെ e raised to x പുറത്തേക്ക് മാറ്റുക. അപ്പോൾ e raised to x പ്ലസ് e raised to മൈനസ് x dx now. e raised to x കട്ടായി പോകും. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് e raised to x മൈനസ് e raised to മൈനസ് x by e raised to x plus e raised to minus x dx. അതായത് ക്വസ്റ്റ്യന്റെ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു e raised to x പുറത്തേക്ക് മാറ്റി, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു e raised to x പുറത്തേക്ക് മാറ്റി, രണ്ട് e raised to x ഉം കട്ടായി പോയി. ഇത് നമുക്ക് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ചെയ്യാം.
എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ ഫിമോളെ? പറഞ്ഞോ. ഒരാളോടായിട്ട് ചോദിക്കണമെന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഒരാളോടാലും എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അന്നേരം ആലോചിക്കണേ എല്ലാവരും ആലോചിച്ചോളൂ കേട്ടോ. മറ്റേ ഉത്തരം പറയട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ആലോചിക്കണേ എല്ലാവരും ആലോചിച്ചോളണം. കിട്ടിയില്ല. കിട്ടിയില്ല? ശരി ശരി. എന്തായിരിക്കും ഫാത്തിമ സനം? e raised to minus x ആണോ? e raised to minus x ആണോ സബ്സ്റ്റിറ്റ്യൂട്ട്? മൈനസ് എക്സ്. അങ്ങനെ ഒരെണ്ണത്തിന് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഒരെണ്ണത്തിന് കൊടുത്തിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. e raised to x minus e raised to minus x. e raised to x minus e raised to minus x അതിനാണോ? അറിയില്ല. e raised to minus x. ആലോചിച്ച് നോക്കാം. കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവ് അവിടെ വരണം. നമുക്ക് ബാലൻസ് ആവണം. നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും നോക്കേണ്ടത്? കൊടുക്കുന്നതിന്റെ ഡെറിവേറ്റീവോടെ അവിടെ വന്ന് ബാലൻസ് ആവണം. സർ ഡിനോമിനേറ്ററിലാണോ? ഡിനോമിനേറ്ററിനാണ്. ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്താൽ മതി. ആ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആ മുകളിൽ കിടക്കുന്നത് നോക്കി. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കണേ നോക്കി. ഞാൻ എഴുതാം സൈഡിലൂടെ. ടി ഈക്വൽ ടു ഡിനോമിനേറ്ററിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി ടി ബൈ ഡി എക്സ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ പിള്ളേരെ, ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ സനം? ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് e raised to x തന്നെ. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവോ? e raised to x ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഓർക്കല്ല സാർ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to x തന്നെ. ആ പി റേസ് ടു മൈനസ് എക്സിന്റെ എന്താ? e raised to minus x. ഇ റേസ് ടു പറഞ്ഞോന്നേ. ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ? ആ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു മൈനസ് എക്സ് വന്നാൽ ഇ റേസ് ടു മൈനസ് എക്സ്. തീർന്നില്ല ഫാത്തിമ. ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം. എക്സിന് പകരം ഇവിടെ മൈനസ് എക്സ് ആണ്. എക്സിന് പകരം മൈനസ് എക്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്? 0 അല്ലേ? മൈനസ് 1 ഇൻറ്റു എക്സ് എന്നൊരു മൈനസ് 1 ഇൻറ്റു ഓക്കെ മൈനസ് 1. ശരി. മൈനസ് 1 ഭയങ്കര കഷ്ടപ്പാടാന്നേ. മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും കേട്ടോ. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. കേട്ടോ, താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നേക്കുന്നത്. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡി ടി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. എന്തെങ്കിലും സംശയമുണ്ടോ പിള്ളേരെ? എന്തെങ്കിലും സംശയമുണ്ടോ? ഡെറിവേറ്റീവ് ഒന്നും നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ല കേട്ടോ. ഒരു സമയത്ത് നിങ്ങൾ ശരിയായിട്ട് പറയും, പിന്നെ സമയത്ത് തെറ്റിച്ചു പറയും. ഡെറിവേറ്റീവ് ഒന്നും നിങ്ങൾക്ക് ഉറച്ചിട്ടില്ല. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. താഴത്തെ ഡെറിവേറ്റീവ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ലാണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഒത്തിരി എഴുതാം കേട്ടോ. ഇവിടെ ഏതായാലും സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്തു. താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ഞാൻ ചോദിക്കാൻ മറന്നുകയായിരുന്നു. കാലത്ത് അതൊക്കെ ചോദിക്കണം എന്ന് ഓർത്താ വന്നത്. താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ? ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ആൻമേരി സാർ ഒന്നുകൂടെ പറയാ ക്വസ്റ്റ്യൻ. എനിക്ക് മനസ്സിലായി. വളരെ ബഹുമാനപൂർവ്വം സാറെന്ന് വിളിക്കും, ഒരു ഗ്യാപ്പ് കൊടുക്കും, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയും. അപ്പോഴേക്കും ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയം വേണം അല്ലേ? ശരി. അതൊന്നുമല്ല, പെട്ടെന്ന് ഉത്തരം പറ. ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഒന്നുകൂടെ പറയില്ല. ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ല.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ പിള്ളേരെ? ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് എന്താ നുസ്രിനെ? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ സാരമല്ല, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തന്നെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തല്ലോ നമ്മള്. ഇതെന്ന് എങ്ങനെ വരും? ഇന്റഗ്രൽ ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഈ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. ന്യൂമറേറ്റർ ഡി ടി ആണ്, താഴത്തേത് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ടിയുമാണ്. ആൻസർ ലോഗ് മോഡ് ടി എന്ന് വരും. ലോഗ് മോഡ് ടി പ്ലസ് സി, അതായത് ലോഗ് മോഡ് ടി എന്തായിരുന്നു? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. താഴത്തെ ഡെറിവേറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആണ് ആൻസർ. അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കണ്ടുപിടിച്ചാൽ മതി. അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ആൻസർ എഴുതും. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ശീലിപ്പിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അടുത്ത് ചെയ്ത പിള്ളേരെ, അടുത്ത കുറച്ചുകൂടി എളുപ്പമാണ്. ഇതുപോലെ അറേഞ്ച്മെന്റ് ഒന്നും വേണ്ട, നമുക്ക് ആ സ്റ്റൈലിൽ തന്നെയല്ലേ കിടക്കണം. നോക്കി, നമ്മൾ അറേഞ്ച് ചെയ്ത ഇ റേസ് ടു എക്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞുണ്ടാക്കി അതേ സ്റ്റൈലിലാണ് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്തു നോക്കുക. Question number 20. Integral of e raised to 2x minus e raised to minus 2x by e raised to 2x plus e raised to minus 2x dx. തന്നെ ചെയ്തേ. എന്തായിരിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ? സാർ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയാലും മതിയോ? ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. അന്നേരം ചെറുതായിട്ട് തെറ്റിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ടിക്ക് ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x. ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x. ഡെറിവേറ്റീവ് dt ബൈ dx ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x ആണോ? അല്ല, ഇ റേസ് ടു 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? അതുകൊണ്ടാണ് ഞാൻ തെറ്റിക്കുമെന്ന് സംശയം പറഞ്ഞത്. ഇ റേസ് ടു 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? ഇ റേസ് ടു 2x ബൈ 2. അത് ഇന്റഗ്രല്. ഇ റേസ് ടു 2x ന്റെ ഡെറിവേറ്റീവ് അവണി ഇ റേസ് ടു 2x അല്ലേ? ഇ റേസ് ടു 2x തീർന്നില്ല മോളെ. ഇ റേസ് ടു x ആണ്. ഇൻറ്റു 2 ട്ടോ. ഇൻറ്റു 2 ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇൻറ്റു 2 വരും. ഇന്റഗ്രൽ ആണെങ്കിൽ ബൈ 2 വരും. ഇൻറ്റു 2 ഇ റേസ് ടു 2x ഇൻറ്റു 2 വരും. അടുത്തതോ ഇ റേസ് ടു മൈനസ് 2x ന്റെയോ? ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു മൈനസ് 2. ഇൻറ്റു മൈനസ് 2. ഓക്കെ, അപ്പൊ അവിടെ നേരെ ഡെറിവേറ്റീവ് അല്ല വന്നിട്ട് ഒരു കോൺസ്റ്റന്റ് 2 കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തെറ്റിക്കുമെന്ന് സംശയം പറഞ്ഞത്. ഒരു 2 പുറത്തേക്ക് മാറ്റിയേക്കാം. 2 ഇൻറ്റു ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x. അപ്പോൾ dt ബൈ 2 ആണ് മുകളിൽ വരുന്നത്. dt ബൈ 2 ഈക്വൽ ടു 2 നെ താഴത്തേക്ക് കൊണ്ടുവന്നു. ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു dx. dt by 2 equal to e raised to 2x minus e raised to minus 2x dx. Well, this is equal to integral
1/t. ഡിനോമിനേറ്ററിന് t എന്ന് കൊടുത്തു. ന്യൂമറേറ്റർ dt/2 ആണ്. dt/2. അപ്പോൾ ഈ 2 പുറത്തേക്ക് മാറും. ഇന്റഗ്രൽ ഓഫ് dt/t. This is equal to half log mod t plus c. Half log mod e raised to 2x plus e raised to minus 2x plus c. സാർ എന്തോ ഈ 2 എന്നുള്ളത് ആ മോഡ് വരുന്ന ടേമിന്റെ അടി കൊടുത്തു കുഴപ്പമുണ്ടോ? 2 എന്ന് വരുന്നത് ആ ലോഗ് അല്ല ആ മോഡ് വരുന്ന ടേമിന്റെ അടിയിൽ കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഡിവൈഡ് ബൈ ആയിട്ട് എഴുതിയ ഇല്ല. log of mod e raised to 2x plus e raised to minus 2x all divided by 2 അതാണ് ഉദ്ദേശിച്ചത്. അതന്നെ. ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യില്ലേ ഇക്വേഷൻ വെച്ചിട്ട്? അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പോസിറ്റീവ് 2x മൈനസ് 2x വന്നിട്ടില്ലേ? എനിക്ക് അത്ര മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. സാർ ഇവിടെ കിടക്കുന്നത് f(x) ബൈ ഡെറിവേറ്റീവ് ഓഫ് f(x) ബൈ f(x) എന്നല്ലേ കിടക്കണേ? അതെ. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് പോസിറ്റീവ് 2x വരുന്നുണ്ട്, മൈനസ് 2x വരുന്നുണ്ടല്ലോ. ഈ റേസ് 2 ആയിട്ട് കിടക്കണേ. അപ്പൊ നമുക്ക് ഡിവൈഡ് ബൈ -2 ആണോ പോസിറ്റീവ് 2 ആണോ എഴുതുന്നത് എങ്ങനെ അറിയണേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്ട് ചെയ്യുവാണെങ്കിൽ മൈനസ് ടേമിന്റെ ആണോ പോസിറ്റീവ് ടേമിന്റെ ആണോ ഡെറിവേറ്റീവ് എടുത്ത് ഡിവൈഡ് ചെയ്യണ്ടേ? അല്ല, നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാ? താഴത്തിന്റെ ഡെറിവേറ്റീവ് ആണോ മുകളിലെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്? അതെ, പക്ഷെ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വേറെ ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണമല്ലോ. എക്സിന്റെ സ്ഥാനത്ത് 2x അല്ലേ കിടക്കണേ? അതെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അത് മൊത്തത്തിലല്ലല്ലോ വരുന്നത്, ഓരോ ടേമിന്റെ അല്ലേ വരുന്നത്. നമ്മളിവിടെ നമ്മൾ നോക്കേണ്ടത് താഴത്തെ ഡെറിവേറ്റീവ് ആണോ മുകളിലെന്നല്ലേ നമ്മൾ നോക്കണത്. ഇവിടെ ഈ താഴത്തെ ഡെറിവേറ്റീവ് കാണുമ്പോൾ e raised to 2x into 2 വന്നല്ലോ. e raised to 2x into 2 വരും. അടുത്ത ടേമിനെ കാണുമ്പോഴോ e raised to minus 2x ആകുമ്പോൾ മൈനസ് e raised to minus 2x into 2 വരില്ല. ഒരു മൊത്തത്തിൽ ഒരു 2 അല്ലേ മുകളിൽ അധികം വന്നത്, ഒരു 2 അല്ലേ പുറത്തേക്ക് മാറ്റുമ്പോഴല്ലേ ന്യൂമറേറ്റർ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിന്റെ ഒരു ടേം ആണോ നോക്കിയിട്ടല്ല ചെയ്യണത്. ഇവിടെ ഒരു പോസിറ്റീവ് 2 ഒരു -2 അങ്ങനെ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കാണുമ്പോൾ ആ ന്യൂമറേറ്റർ കിടക്കുന്നേക്കാൾ ഒരു 2 അധികം വരുന്നുണ്ട്, അപ്പോൾ ആ 2 പുറത്തേക്ക് മാറ്റുക കേട്ടോ. അല്ലാണ്ട് ഇവിടുത്തെ ഒരു ടൈം പോസിറ്റീവ് ഒരു ടൈം നെഗറ്റീവ്, അപ്പൊ അങ്ങനെ വെച്ചല്ല ചിന്തിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. Question number 21. Tan square 2x minus 3. Integral of tan square 2x minus 3 dx. Tan square നമ്മൾ എപ്പോഴും ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. Tan square എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളണം? Tan square നമുക്ക് അറിയില്ലാത്ത സാധനമാണ് കേട്ടോ. ടാൻ സ്ക്വയർ അറിയില്ല. ടാൻ സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐഡന്റിറ്റി ഉപയോഗിച്ചോളണം, എങ്ങോട്ട് കൺവേർട്ട് ചെയ്തോളണം. ഒരു പ്രാവശ്യം പറഞ്ഞതാ, അതെ ഏത് പ്രോബ്ലത്തിൽ പറഞ്ഞാൽ ഞാൻ ഓർക്കണില്ല. പറഞ്ഞാനക ടാൻ സ്ക്വയറിനെ എന്ത് ചെയ്തോളണം? എന്തോ സീക്കിന്റെ 1 പ്ലസ് ടാൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എന്നല്ലേ? അതെ, അപ്പോൾ ടാൻ സ്ക്വയർ ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എവിടെ കണ്ടാലും കേട്ടോ പിള്ളേരെ, ടാൻ സ്ക്വയർ നമുക്കറിയില്ല. ടാൻ അറിയാം, ടാൻ സ്ക്വയർ അറിയില്ല. അപ്പൊ ടാൻ സ്ക്വയർ എവിടെ വന്നാലും എങ്ങോട്ട് മാറ്റിക്കൊള്ളണം? സീക്ക് സ്ക്വയർ -1. അപ്പോൾ ഈ ടാൻ സ്ക്വയർ എക്സിനെ സീക്ക് സ്ക്വയർ 2x minus 3 minus 1 ആക്കും dx. Tan square x equal to sec square x minus 1 ആണ് കേട്ടോ. Tan square x equal to sec square x minus 1.
അപ്പോൾ tan സ്ക്വയർ 2x മൈനസ് 3 tan സ്ക്വയർ 2x മൈനസ് 3നെ sec സ്ക്വയർ 2x മൈനസ് 3 മൈനസ് 1 ആവും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സമയമായി. പഠിച്ചിട്ടിരിക്കണം കേട്ടോ. ദൈവത്തെ ഓർത്ത് ഈ പ്രോബ്ലം ഒക്കെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. എന്നാലും നമുക്കിനി നാളെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. Thank you, sir. ഓക്കെ, താങ്ക് യു. ഓക്കെ. സാർ ആ, പെട്ടെന്ന് പറഞ്ഞോളെ. സാർ ആ ഐഷ ചോദിച്ച ഡൗട്ട് ഒന്ന് പറഞ്ഞുതരാമോ? എനിക്കത് മനസ്സിലായില്ല സാർ. അല്ല, നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അതായത് താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ മാത്രമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. നേരെ താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരുവാണെങ്കിൽ നമുക്ക് ലോഗ് ഓഫ് മോഡ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ താഴത്തേന്റെ എക്സാക്ട് ഡെറിവേറ്റീവ് അല്ല മുകളിൽ വരുന്നത്, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടാ വന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും അത് കേട്ടോ. അതങ്ങനെ ചിന്തിക്കണ്ട. ആ, താഴത്തേന്റെ എക്സാക്ട് ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ മാത്രം ലോഗരിതം കൊടുത്താൽ മതി. വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട അല്ലേ? ചെയ്യണ്ട. ഓക്കെ.